നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. സൗദിയിൽ ഗതാഗത നിയമലംഘനം കണ്ടെത്താൻ ഇനി പുതിയ സംവിധാനം ഒരുങ്ങുകയാണ്. ഇനി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സംവിധാനമാണ് ഇതിനായി ഒരുങ്ങുന്നത്. സൗദിയിൽ ഗതാഗത നിയമലംഘനം കണ്ടെത്താനായി പുതിയ സംവിധാനം ഒരുക്കുകയാണ്. ഗതാഗത നിയമലംഘനം കണ്ടെത്താനായി നിർമ്മിത ബുദ്ധി സംവിധാനവുമായി സൗദി അറേബ്യ രംഗത്തെത്തി കഴിഞ്ഞു. നിയമലംഘനങ്ങൾ ഓട്ടോമാറ്റിക് രീതിയിൽ കണ്ടെത്തി രജിസ്റ്റർ ചെയ്യുന്ന നൂതന സംവിധാനം റിയാദിൽ പരീക്ഷിച്ച് ഫലം പരിശോധിച്ച ശേഷം രാജ്യവ്യാപകമാക്കുന്നതിന്റെ തുടക്കമായി ജിദ്ദ ട്രാഫിക് ഡയറക്ടറേറ്റിന് കീഴിൽ സജ്ജീകരിക്കാൻ ഒരുക്കങ്ങൾ പൂർത്തിയാക്കി. ട്രാഫിക് ഡയറക്ടറേറ്റിന് കീഴിലെ സിവിൽ വാഹനങ്ങളിലും ഷെഡ്യൂളുകളിലും ഈ ഉപകരണങ്ങൾ സ്ഥാപിക്കും. പ്രത്യേക കിരണങ്ങൾ ഉപയോഗിച്ച് വാഹനങ്ങളുടെ അമിത വേഗത കണ്ടെത്താൻ ഈ ഉപകരണത്തിന് കഴിയും. മണിക്കൂറിൽ 30 മുതൽ 260 കിലോമീറ്റർ വേഗം നിരീക്ഷിക്കാൻ ഈ ഉപകരണങ്ങൾക്ക് കഴിയും. പരീക്ഷണാടിസ്ഥാനത്തിൽ റിയാദ് ട്രാഫിക് ഡയറക്ടറേറ്റ് 150 കാറുകളിലാണ് ഇത് സ്ഥാപിച്ച് പരിശോധിച്ചത്. ഗതാഗത നിയമലംഘനങ്ങൾ കണ്ടെത്തി രജിസ്റ്റർ ചെയ്യൽ പൂർണ്ണമായും നിർമ്മിത ബുദ്ധി, അതായത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സംവിധാനത്തിലേക്ക് മാറുന്നതാണ് പദ്ധതി. സീറ്റ് ബെൽറ്റ് ധരിക്കാതിരിക്കൽ, ഡ്രൈവിംഗിനിടെ മൊബൈൽ ഫോൺ ഉപയോഗം എന്നീ നിയമലംഘനങ്ങളും ഈ സംവിധാനം കണ്ടെത്തും. ആധുനിക സാങ്കേതിക വിദ്യകൾ ഏറ്റവും മികച്ച രീതിയിൽ പ്രയോജനപ്പെടുത്തി റോഡുകളിൽ ഗതാഗത സുരക്ഷാ നിലവാരം ഉയർത്തുന്നതിനും വാഹനാപകടങ്ങൾ കുറയ്ക്കുന്നതിനുമാണ് പുതിയ പദ്ധതിയിലെ ട്രാഫിക് ഡയറക്ടറേറ്റ് ലക്ഷ്യമിടുന്നതെന്ന് വാർത്താക്കുറിപ്പിൽ പറയുന്നുണ്ട്. ജിദ്ദയിലെ സജ്ജീകരണങ്ങൾ ഗവർണർ മിഷേൽ ബിൻ മജീദ് രാജകുമാരൻ നിരീക്ഷിച്ചു വരികയാണ്. ട്രാഫിക് ഡയറക്ടറേറ്റ് മേധാവി മേജർ ജനറൽ സൽമാൻ അജ്മോയി സാന്നിധ്യത്തിൽ പുതിയ ഉപകരണം സ്ഥാപിച്ച് ട്രാഫിക് ഡയറക്ടറേറ്റിന് കീഴിലെ സിവിൽ വാഹനവും ഗവർണർ പരിശോധിക്കുകയുണ്ടായി. ന്യൂസ് ഡെസ്ക്, പ്രവാസി മലയാളി.